ശമനമില്ലാതെ ലഹരിക്കടി. കൊച്ചി നഗരത്തിൽ 5 കേസുകളിലായി 6 പേരാണ് ഇന്ന് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് MDMA കണ്ടെത്തി. ഹോം നഴ്സായി എത്തിയ തിരുവനന്തപുരം സ്വദേശിനിയാണ് പിടിയിലായ ഒരാൾ. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പെരുമ്പാവൂർ SP ഹാർദിക് മീണയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി ഒരാളെ പിടികൂടിയത്. അസം നവോഗോൺ സ്വദേശി റബുൾ ഇസ്ലാമാണ് പിടിയിലായത്. ഇയാളുടെ ഷോൾഡർ ബാഗിനുള്ളിൽ 4 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി ഭാഗത്ത് നിന്ന് കഞ്ചാവുമായി കുറുപ്പമ്പടിയിലെ താമസ സ്ഥലത്തേക്ക് പോകും വഴിയാണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടിയത്. വിപണിയിൽ ഇതിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്ന ഉറവിടവും ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്നതും വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചി നഗരത്തിൽ പോലീസും എക്സൈസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഡോഗ് സ്ക്വാഡും ഡാൻസ് ഓഫും സംയുക്തമായി സംഘടിപ്പിച്ച റെയ്ഡിലാണ് മറ്റ് 6 പ്രതികൾ വിവിധ കേസുകളിലായി പിടിയിലായത്. നഗരത്തിൽ ലഹരി വിപണനത്തിനായി ഇവ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം കണ്ടെത്തിയാണ് റെയ്ഡ് സംഘടിപ്പിച്ചത്. 5 കേസുകളിലായാണ് 6 പേർ പിടിയിലായത്. 13.27 ഗ്രാം MDMAയുമായി കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷന് സമീപത്തു നിന്നാണ് പള്ളുരുത്തി സ്വദേശി ജിതിൻ ഡിക്രൂസ് പിടിയിലായത്. 202 ഗ്രാം MDMAയുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് മരട് സ്വദേശി അക്ഷയ്, തിരുവനന്തപുരം വേങ്ങൂർ സ്വദേശി രേഷ്മ എന്നിവർ പിടിയിലായി. ഇവർ ഹോം നഴ്സായി ജോലി നോക്കാൻ വേണ്ടിയാണ് കൊച്ചിയിലെത്തിയതെന്ന് പറയപ്പെടുന്നു. മറ്റ് 3 പേരും അറസ്റ്റിലായവരിലുണ്ട്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ. സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി ജിജി, നാർക്കോട്ടിക്സിൽ ACP TD സുനിൽകുമാർ, NCB സോണൽ ഡയറക്ടർ വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.